കഴിഞ്ഞ മാർച്ച് 11 നടന്ന മാത്സിൻ്റെ SSLC എക്സാമിനേഷൻ്റെ ആൻസർ കീയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോന്നായിട്ട് കാണിക്കും. അപ്പോൾ ഇതിപ്പോൾ 1, 2, 3 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. എന്നിട്ട് ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ഒരു സ്ലൈഡിൽ കാണിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ P ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. അപ്പോൾ നിങ്ങൾ P ഈസ് ഇൻസൈഡ് ദ സർക്കിൾ എന്ന ഒരു ആൻസർ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി Q ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, സർക്കിളിൻ്റെ ഔട്ട്സൈഡിലാണ് Q, ഈ ഒരു ആൻസർ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ടോട്ടൽ 2 മാർക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീഡിയൻ കണ്ടുപിടിക്കാനായിരുന്നു. കുറേ നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 12.0, 12.5, 12.6, 12.9, 13.4, 13.7, 14.1. അതിൽ മീഡിയൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് മധ്യത്തിലുള്ള വാല്യൂ ഏതാണോ അതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് മധ്യത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 12.9 ആണ്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ 12.9. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് 4, 8, 12. ആ ഒരു സീക്വൻസ് ക്വസ്റ്റ്യൻ നോക്കി അറിയാം. 4, 8, 12 അങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. അതിൻ്റെ അകത്ത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എത്ര, 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അതായത് 8ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ്, 12ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4. അപ്പോൾ എ ആൻസർ എന്ന് പറയുന്നത് 4, 8, 12 അങ്ങനെ ഒരു സീക്വൻസ് ആണ്. ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 4. ഇതാണ് ആ 3 ആൻസർ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. എ റെക്ടാങ്കുലർ പോർഷൻ ഈസ് ഷെയ്ഡഡ് ഇൻ എ സ്ക്വയർ ഓഫ് സൈഡ് 5 centimeters ഷോൺ ഇൻ ദ ഫിഗർ. എ ഡോട്ട് ഈസ് പുട്ട് ഇൻസൈഡ് ദ സ്ക്വയർ വിത്തൗട്ട് ലുക്കിംഗ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഡോട്ട് ടു ബി ഇൻ ദ ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. പ്രോബബിലിറ്റി എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആദ്യം തന്നിട്ടുള്ളത് വലുത് ഒരു സ്ക്വയറും രണ്ടാമത് തന്നിട്ടുള്ള ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളും ആണ്. അതിൻ്റെയൊക്കെ ലെങ്ത്തും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 5 into 10, അതായത് ആ ഷെയ്ഡഡ് പോർഷനിൽ വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ആണ് ഇവിടെ കണ്ടുപിടിച്ചേക്കുന്നത്. A into B ആണല്ലോ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ. അതാണ് 5 into 2, അപ്പോൾ 10 കിട്ടും. ഇനി അടുത്തത് ആ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5 ആണ് ലെങ്ത്തും 5 തന്നെയാണ് ബ്രെഡ്ത്തും. സ്ക്വയർ ആകുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ 5 into 5, അപ്പോൾ 10/25 എന്ന് കിട്ടും. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടും. അപ്പോൾ 2/5 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 5 to 10 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 3 മാർക്കാണ് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വായിക്കുന്നില്ല, ആൻസർ കീ മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആൻസർ കീ അടുത്തത് ഇടാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടെ വേണം എന്ന് ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എക്സാം കഴിഞ്ഞ ആൾക്കാരുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷേ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് ഇപ്പം 9th ഇനി 10th പോകുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് നോക്കണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടാതെ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസും കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ കീ ഇട്ടിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആക്സസ് വരയ്ക്കാനും അതിൻ്റെ ആ പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുന്നതിന് 2 മാർക്കും, ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 3 എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കുമാണ്. അങ്ങനെ ടോട്ടൽ 3 മാർക്കാണ് ഇവിടുത്തെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. ദെൻ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഓരോന്നും ഇട്ടിട്ടുണ്ട്. x+10 എന്ന് എഴുതിയതിന് 1 മാർക്ക്, x² + 10x = 144 അങ്ങനെ ആ ഒരു പോയിൻ്റ് ഉള്ളതിന് 1 മാർക്ക്. പിന്നെ ഏജ് ഓഫ് രേണുക 8, ഏജ് ഓഫ് അജയ് 18, അപ്പോൾ ആ ഒരു പോർഷന് 1 മാർക്ക്. അങ്ങനെ മൊത്തം 3 മാർക്ക്. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫോർ ഡ്രോയിങ് ദ റെക്റ്റാങ്കിൾ 1 മാർക്ക്, ബൈ എക്സ്റ്റെൻഡ് ദ ലെങ്ത് ബൈ ബ്രെഡ്ത്ത് ആൻഡ് ഡ്രോയിങ് ദ സെമി സർക്കിൾ 1 മാർക്ക്, ഫോർ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ 1 മാർക്ക്. അങ്ങനെ മൊത്തം ടോട്ടൽ 3 മാർക്ക്. Then 8ാമത്തെ ക്വസ്റ്റ്യൻ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിങ് ദ പോയിൻറ്റ്സ് 3, 5 and 6, 7 = 2/3. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് 1 മാർക്ക്. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിങ് ദ പോയിൻറ്റ് 6, 7 and 9, 9 = 2/3. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് 1 മാർക്ക്. സിൻസ് ദ സ്ലോപ്സ് ആർ ഈക്വൽ 3, 5, 6, 7 and 9, 9 അറൗണ്ട് ദ സെയിം ലൈൻ, അതിന് 1 മാർക്ക്. രീതിയിലും ചെയ്യാം, അതാണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കൊടുത്തിട്ടുണ്ട്. അടുത്ത 9ഉം 10ഉം ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടൈം കൂടുതൽ നോക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വച്ചിട്ട് കാണാവുന്നതാണ്.
അടുത്ത ഈ ഒരു സ്ലൈഡിൽ 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കുക. എന്നിട്ട് ഈ 15 ക്വസ്റ്റ്യൻസിൻ്റെയും 11 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇതവിടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? 4 മാർക്ക്. 12ാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. ഓരോന്നും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 14, 15 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ നോക്കാം. 16, 17ാമത്തെ ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ, 19ാമത്തെ ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 16 ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അത് നിങ്ങൾ നോക്കിക്കൊള്ളണം കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 2 രീതിയിൽ അത് സോൾവ് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇത് വേറെ ഏതെങ്കിലും മെത്തേഡിൽ നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഓർ എനി അതർ കറക്റ്റ് മെത്തേഡ്. ദെൻ 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ, 16 മുതൽ 20ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള ആൻസർ കീ. അടുത്ത 21 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ. 22 മുതൽ 29 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 5 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ. മീഡിയനൊക്കെ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. 24ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡിലുള്ളത്. ഓക്കെ, ആൻസർ കൊടുത്തിട്ടുണ്ട്. 21, 22, 23, ദെൻ 24, 25ാമത്തെ ക്വസ്റ്റ്യൻസ് ഇതവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ക്ലാരിറ്റിയിൽ കുറവുണ്ട് കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. 28. 29ാമത്തെ ക്വസ്റ്റ്യൻ കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇതാണ് 29ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഭയങ്കര ലെങ്തിയാണ്, പക്ഷേ ആൻസർ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇവിടെ തന്നിട്ടുള്ളത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. 5 മാർക്ക് എവിടേക്കാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരണതെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ദെൻ 28ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. 29ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും തന്നിട്ടുണ്ട്. ഓക്കെ.